ചെണ്ട അഭ്യസനത്തിൻ്റെ ആദ്യഘട്ടം എന്ന് പറയുന്നത് പുളിമുട്ടി കൊട്ടലാണ്. പുളിയുടെ മുട്ടിയാണത്. ഇത് ഉപയോഗിച്ച് ഈ മരത്തിൻ്റെ പലകയാവാം, അല്ലെങ്കിൽ കരിങ്കല്ലാവാം, എന്തിനാണെങ്കിലും തക്കിട്ടയും തരികിടയും പ്രാക്ടീസ് ചെയ്തിട്ടാണ്. തക്കിട്ട തരികിട അത് ആരോഹണ അവരോഹണ ക്രമത്തിലാണ് അതിൻ്റെ സാധകം വരിക. ഈ തക്കിട്ട എന്ന് പറയുന്നത് 3 അക്ഷരകാലം. ത എന്ന് സങ്കല്പിക്കുന്നത് ഇടത്തെ കൈയാണ്. ത കി ട. അപ്പോൾ ഈ 3 അക്ഷരകാലത്തിൻ്റെ ഇരട്ടി പിടിച്ച് വന്ന് അത് കീഴ്പ്പെട്ടും വന്ന് അത് നല്ല സ്വാധീനത്തിലായാലാണ് ചെണ്ടയിലത്തെ ഉരുട്ടലും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വരുന്നത്. അപ്പോൾ തക്കിട്ടയാണ് പ്രാഥമികമായിട്ട് നമ്മൾ അഭ്യസിക്കുമ്പോൾ തക്കിട്ടയെന്നാണ് തുടങ്ങുക. തക്കിട്ടയുടെ പാടക്കൈ ത കി ത ത കി ഇരട്ടി. അതിൻ്റെ ഇരട്ടി. അതിൻ്റെ ഇരട്ടി. അപ്പോൾ അവസാനം വരുമ്പോൾ അത് ഗിടുതി ഗതരി ഗിടുതി ഗതരി ഗിടുതി ഗതരി ഗിടുതി ഗതരി എന്നൊരു വായ്ത്താരി നമുക്കെങ്ങനെ സങ്കല്പിച്ച് നോക്കാം. ഗിടുതി ഗതരി ഗിടുതി ഗതരി ഗിടുതി ഗതരി ഗിടുതി ഗതരി ഗിടുതി ഗതരി. പിന്നെ കുറച്ചുകൂടി പഠിച്ചു കഴിഞ്ഞാൽ ഗിടുതി ഗതര ഗിടുതി ഗതര ഗിടുതി ഗതര ഗിടുതി ഗതരി ഗിടുതി ഗതര ഗിടുതി ഗതര ഗിടുതി ഗതര ഗിടുതി ഗതര അങ്ങനെ വരും. ഇത് ഇനി ആരോഹണക്രമത്തിൽ കീഴ്പ്പെട്ടു വന്നു. എന്ന് കീഴ്പ്പെട്ട് അതിന് കീഴ്പ്പെട്ടു. അപ്പോൾ ഈ ചെണ്ടയുടെ എല്ലാ സാധക പ്രയോഗങ്ങളും ഈ തക്കിട്ടയിൽ നിന്നാണ് പ്രധാനമായിട്ട് തുടങ്ങുക. തക്കിട്ട ഇങ്ങനെ 3 അക്ഷരകാലം ഇപ്പോൾ നമ്മൾ ചെയ്ത മാതിരി തക്കിട്ട അത് തന്നെ. പിന്നെ അത് ഗിടുതി ഗതിരി എന്നൊരു കാലത്തിലെത്തിയാലാണ് കഷ്ടി മേളം പഠിക്കാൻ പറ്റുമോ എന്ന് നമ്മൾ ആലോചിക്കുക. അപ്പോൾ ഗിടുതി ഗതിരി കഴിഞ്ഞാൽ അത് കഴിഞ്ഞ് ഗിടുതി ഗതര ഗിടുതി ഗതരി ഗിടുതി ഗതര ഗിടുതി ഗതരി ഗിടുതി ഗതര ഗിടുതി ഗതരി എന്ന സാധകത്തിലെത്തുമ്പോഴാണ് തായമ്പ കരങ്ങേറ്റത്തിന് നമ്മൾ അവരെ പാകപ്പെടുത്തിയെടുക്കുക. അതാണ് ഇനി ഈ പ്രധാനമായിട്ട് സാധനം. തക്കിട്ടയും തരികിട എന്ന് പറഞ്ഞ ആളുകളെ നമ്മൾ എന്തെങ്കിലും സാമർഥ്യം കാണിക്കുന്ന ആളുകളെ പറയുമല്ലോ അയാൾ തരികിടക്കാരനാണെന്ന്. അതായത് തരികിട നല്ല ബുദ്ധിമുട്ടുള്ളതാണ്. തരികിട അഭ്യസിച്ച് വന്നാൽ അയാൾക്ക് നല്ല സാധകം വന്നു എന്നാണ് കണക്ക്. അപ്പോൾ തരികിട 4 അക്ഷരകാലാണ്. ത രി ഗി ഡ. ത രി ഗി ഇരട്ടി. അതിൻ്റെ ഇരട്ടി. അതിൻ്റെ ഇരട്ടി. കീഴ്പ്പെട്ട്. പിന്നെ കീഴ്പ്പെട്ട്. ഇത് ഈ അഭ്യസിക്കുമ്പോൾ തക്കിട്ടയാണെങ്കിലും തരികിടയാണെങ്കിലും അത് ചെയ്യുന്ന സമയത്ത് നമ്മളെ കാലപ്രമാണത്തിന് വേണ്ടിയുള്ള ഒരു തയ്യാറെടുപ്പും കൂടിയാണത്. കാരണം എത്ര പതിഞ്ഞ കാലത്തിലാണെങ്കിലും ആ കാലം അതേപോലെ തന്നെ നിൽക്കാൻ ഒരു പരിശീലനമാണ് അവിടെ ചെയ്യുന്നത്. നമ്മളിപ്പോൾ ക്ലോക്കിൻ്റെയൊക്കെ പെൻഡുലം അടിക്കുമ്പോൾ ഇല്ലേ ആ മാത്രകളൊക്കെ ഒരു മാറ്റം വരാതെ, അതേപോലെ ഇത് നമ്മൾ ഏറ്റവും താഴ്ന്ന കാലത്തിലെടുക്കുമ്പോഴും അതേ കാലത്ത് തന്നെ ഇത് നിലനിർത്തി കൊണ്ടുപോകാനുള്ള ഒരു തയ്യാറെടുപ്പ് കൂടിയാണ് ഈ പരിശീലനം. അതിനാണ് ഇത് ശാസ്ത്രീയമായിട്ട് പഠിക്കുമ്പോൾ ഇരട്ടിന്ന് 2, 4, 8, 16 അങ്ങനെ ഇരട്ടിന്ന് പിടിച്ചിട്ടാണ് ഇതിൻ്റെ വിന്യാസം വരിക. അപ്പോൾ തക്കിട്ട ഒരിക്കൽ കൂടി കുട്ടികളെ കൊണ്ട് കൊട്ടിപ്പിക്കാം. തക്കിട്ട ഇരട്ടി. അതിൻ്റെ ഇരട്ടി. അതിൻ്റെ ഇരട്ടി. പിന്നാക്ക
പിന്നാക്കം. മതി. ഇനി തരികിട അതുപോലെ ഒരു പ്രാവശ്യം കൂടി നമ്മൾ ആരോഹണ അവരോഹണ ക്രമത്തിലാക്കിയിട്ട് അത് നിർത്താം. കാണിക്കും. വരട്ടി. അതിൻ്റെ അതിൻ്റെ പിന്നാക്കം. പിന്നാക്കം. അതിൻ്റെ പിന്നാക്കം. മതി. അപ്പോൾ സാമാന്യം പോലെ ഏറ്റവും ബുദ്ധിമുട്ടാണ് ഈ തരികിട സാധകം വന്ന് കിട്ടാൻ നല്ല ബുദ്ധിമുട്ടാണ്. അപ്പോൾ നമുക്ക് മനസ്സിലാവുന്നുണ്ട് ഈ കുട്ടിയുടെ അത്ര തന്നെ ഈ കുട്ടിക്ക് ആവണേ ഉള്ളൂ. അത് തരികിട സാധകം ചെയ്തുണ്ടാക്കാൻ നല്ല ബുദ്ധിമുട്ടാണ്. പിന്നെ ഈ സാധകം എന്ന് പറഞ്ഞാൽ വല്ലാത്തൊരു ഏകാഗ്രതയിൽ ചെയ്യേണ്ടതാണ്. ഞങ്ങളുടെ ഒരു കാലഘട്ടത്തിൽ പറഞ്ഞാൽ ബ്രഹ്മമുഹൂർത്തത്തിൽ എണീറ്റിട്ട് സാധകം ചെയ്യണം. അപ്പോൾ ഞങ്ങളൊക്കെ പഠിക്കുന്ന ഒരു കാലഘട്ടത്തിൽ വെച്ചാൽ 3:30-ക്കൊക്കെ എണീറ്റാൽ 4 മണിയുടെ മുമ്പായിട്ട് സാധകം തുടങ്ങും. പുളിമുട്ടിയാണ് 4 മണിയുടെ മുമ്പായിട്ട് തുടങ്ങിയാൽ തക്കിട്ട് നിശ്ചിത സമയം കൊട്ടും. അത് കഴിഞ്ഞ് തരികിട നിശ്ചിത സമയം കൊട്ടും. ഇതൊക്കെ കഴിഞ്ഞ് ഏകദേശം സൂര്യോദയത്തിൻ്റെ തൊട്ട് മുമ്പായിട്ട് ഈ സാധകം നിർത്താൻ പാടും. അപ്പോൾ അങ്ങനെ ഒരു പക്ഷം എന്നാണ് പറയുക. അതായത് വാവ് മുതൽ ദ്വിതീയ മുതൽ അടുത്ത വാവില്ല, വാവിൻ്റെ ചതുർദശിയുടെ തൊട്ട് തലേ ദിവസം വരെ, അതിലിടയ്ക്ക് ഒരു അഷ്ടമി ഒരു ദിവസം ഒഴിവാണ്. കാരണം ഈ കഠിനമായിട്ടുള്ള സാധക തപസ്യ ആയതുകൊണ്ട് 15 ദിവസം തുടർച്ചയായിട്ട് കൊട്ടാൻ പറ്റില്ല. അഷ്ടമി ഒരു ദിവസം ഒഴിവാണ്. അഷ്ടമി, ചതുർദശി, വാവ്, പ്രഥമ, അങ്ങനെ 15 ദിവസത്തിൽ 4 ദിവസം ഒഴിവായിട്ടാണ് സാധാരണ സാധകം ചെയ്യുക. അത് ഈ ചന്ദ്രൻ്റെ അതിന് അനുസരിച്ചുള്ളൊരു മാറ്റം വരും. അപ്പോൾ 15 ദിവസത്തിലിടയ്ക്ക് 4 ദിവസം കഴിഞ്ഞാൽ 11 ദിവസം തുടർച്ചയായിട്ടുള്ള സാധകമാണ്. അപ്പോൾ ഒരു മാസത്തിൽ 22 ദിവസം വളരെ കണിശമായിട്ടുള്ള സാധകം ചെയ്യും. അപ്പോൾ അങ്ങനെ ഏകദേശം 6 മാസമൊക്കെ തുടർച്ചയായിട്ട് സാധകം ചെയ്താലാണ് സാധകത്തിൻ്റെ ഏതെങ്കിലും ഒരു ഭാഗത്തേക്ക് എത്തും. പിന്നെ തുടർച്ചയായിട്ട് ആദ്യം തന്നെ അറിയാം, താളക്രമത്തിൽ പോവാത്ത കുട്ടികളാണെങ്കിൽ അവർ സ്വമേധയാ ഒഴിഞ്ഞു പോകും. പിന്നെ താളമുണ്ട്, സാധകം ചെയ്ത് ശരിയാവണില്ല എന്നുള്ള ആളുകൾ കുറേ കൂടി താളത്തിൽ പ്രാമാണികത്വത്തോടു കൂടി വലന്തലക്കാരനായിട്ടോ അല്ലെങ്കിൽ ഇലത്താളക്കാരനായിട്ടോ മാറും. ഇപ്പോൾ കുറുങ്കുഴൽ ഊതുന്ന ആളാണെങ്കിലും കൊമ്പ് വിളിക്കുന്ന ആളാണെങ്കിലും ഇവർക്കൊക്കെ ഈ താളം വളരെ പ്രധാനമായിട്ടുള്ളതാണ്. ഇതാണ് ഈ ചെണ്ടയുടെ അടിസ്ഥാന തത്വം, അടിസ്ഥാനമായിട്ട് പഠിച്ചു വരുന്നതിൻ്റെ ഒരു തത്വം. ചെണ്ടയ്ക്കും മദ്ദളത്തിനും ഒക്കെ ഇങ്ങനെ തന്നെയാണ്, തക്കിട്ടിയും തരികിടയൊക്കെ തന്നെയാണ്. തിമലയ്ക്ക് ചെറിയ വ്യത്യാസമുണ്ട്. എന്നാലും ഈ സാധകം എന്ന് പറയുന്നത് ഇങ്ങനെയാണ്. തിമലയ്ക്കാകുമ്പോൾ 2 കൈയും ഒരേപോലെ വരണം. 2 കൈയിലും ശബ്ദം തക്കത്തോന്ന് 2 കൈയിൽ നിന്നും മാറി മാറി വരണം എന്നൊരു പ്രത്യേകത ഉണ്ട്. ഇപ്പോൾ ഇവിടെ നമ്മൾ ഈ തക്കിട്ടയും തരികിടയും കൊട്ടി കാണിച്ച കുട്ടികൾ എൻ്റെ പുതിയ ശിഷ്യന്മാരാണ്. അതിലത്തെ ഏട്ടനും അനിയനുമാണ്. ഏറ്റവും അവൈലബിളായിട്ടുള്ള ശിഷ്യന്മാരെ വിളിച്ചു വരുത്തിയതാണ്. ഒരാൾ വിനയ് സുരേന്ദ്രൻ, ഒരാൾ വിശാഖ് സുരേന്ദ്രൻ. അപ്പോൾ ഈ കുട്ടികളോട് ഞാൻ സാധാരണ കൊടുക്കാറുള്ള ഉപദേശം, ഈ കലയോട് നമുക്ക് ഒരു പ്രതിബദ്ധത തോന്നും എന്നുണ്ടെങ്കിൽ മാത്രമേ പഠിക്കാവൂ എന്ന് പറയാറുണ്ട്. കാരണം ഈ പഠിക്കുന്ന കാര്യത്തിൽ നമ്മൾ എഴുതുന്ന മാതിരി മറ്റുള്ള മാതിരിയുള്ള യാതൊരു ഇതും ചെയ്യാൻ പറ്റില്ല. ആ പഠിത്തത്തിൽ ഒരു മാറ്റം വരുത്താൻ പറ്റില്ല. വെട്ടി എഴുതാൻ പറ്റില്ല. എഴുതുകയാണെങ്കിൽ എഴുതിയത് തെറ്റിയാൽ നമുക്ക് വെട്ടി എഴുതാം. അപ്പോൾ ഈ കൊട്ടുന്നത് നമുക്ക് ഒരിക്കലും മാറ്റി കൊട്ടാൻ പറ്റില്ല. കൊട്ടുന്നത് അതേപോലെ തന്നെ വേണം. അത് ആരോഹണ അവരോഹണ ക്രമത്തിൽ താളം ഇരുത്തി സാധകം ചെയ്തുണ്ടാക്കിയാൽ മാത്രമേ അത് ആ താളബോധത്തിൽ നമ്മൾ ഉദ്ദേശിക്കുന്ന കാര്യങ്ങൾ വരും. പിന്നെ ഇത്തരം ഈ ക്ഷേത്രകല എന്ന് പറഞ്ഞാൽ ലോകത്തിൽ ഇന്ത്യയുടെ കണക്കെടുത്താൽ കേരളത്തിൽ മാത്രമാണ് ഇതൊരു വികസിത രൂപമായിട്ടുള്ള ക്ഷേത്രകല നിലനിൽക്കുന്ന ഏക പ്രദേശം. ബാക്കിയുള്ള സ്ഥലങ്ങളിലൊക്കെ പരിപൂർണമായിട്ടും നാടൻ കലയായിട്ട് ഒരു പ്രത്യേക രീതിയിലാണത് പോകുന്നത്. കാരണം ക്ഷേത്രകലകൾക്ക് അഭ്യസിപ്പിക്കാനുള്ള ശാസ്ത്രീയമായിട്ടുള്ള പഠന കേന്ദ്രങ്ങളും ശാസ്ത്രീയമായിട്ടുള്ള സൗകര്യങ്ങളൊക്കെ നിലവിലുണ്ട്. പിന്നെ അതിൻ്റെ മറ്റൊരു വശം എന്താ വെച്ചാൽ, ഇത് കുറച്ചൊക്കെ കല കയ്യിലുള്ള ആളുകൾ സെലിബ്രിറ്റിക്ക് വേണ്ടിയിട്ട് അതിൻ്റെ പുറകെ പോകുന്ന പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. അതൊക്കെ എല്ലാ കലാരംഗത്തുള്ള ചില പ്രശ്നങ്ങളാണ്. അങ്ങനെയാണെങ്കിലും അഭ്യാസബലം കൊണ്ടും ഇതിനോടുള്ള പ്രതിബദ്ധത കൊണ്ടും ഈ ചെണ്ട, മദ്ദളം, തിമല, എടയ്ക്ക, കുറുങ്കുഴൽ, ഇലത്താളം, കൊമ്പ്, മിഴാവ്, നാദസ്വരം തുടങ്ങിയിട്ടുള്ള വാദ്യവിശേഷങ്ങളൊക്കെ തന്നെ ഗുരുകുല സമ്പ്രദായത്തിലാണ് പഠിച്ചു വരുന്നത്. ഇപ്പോൾ നാദസ്വരത്തിൻ്റെ മിസ്റ്റർ ശിവദാസൻ പറഞ്ഞ പോലെ ഗുരുകുല സമ്പ്രദായത്തിൽ നാദസ്വരം പഠിക്കാനുള്ള സൗകര്യക്കുറവ് ഇപ്പോൾ ഉണ്ട്. പക്ഷേ ചെണ്ട പഠിക്കാൻ ഇപ്പോഴും അസൗകര്യങ്ങളൊന്നുമില്ല. ഗുരുകുല സമ്പ്രദായത്തിൽ ഈ കുട്ടികൾ വന്ന് പഠിക്കുന്നുണ്ട്. പിന്നെ
ഞങ്ങളെപ്പോലെ കുറച്ച് ആളുകൾ കുട്ടികളെ ഇതൊരു അർപ്പണബോധത്തോടു കൂടി കുട്ടികൾ പുതിയൊരു തലമുറ ഈ ഒരു വാദ്യരംഗത്തേക്ക് വരട്ടെ, ഒരു പുതിയ വാദ്യ സംസ്കാരം കേരളത്തിൽ ഉരുത്തിരിയട്ടെ, അങ്ങനെ കുട്ടികൾ മറ്റുള്ളവരെ ബഹുമാനിക്കുന്നതിനും കലകളെ അറിയുന്നതിനും കലാകാരൻ ഒരു ബഹുമാനിക്കപ്പെടേണ്ട വ്യക്തിയാണെന്ന് മനസ്സിലാക്കാനുള്ള ഒരു സൗകര്യം ഒരുക്കി കൊടുക്കുക കൂടിയാണ് ഈ പുതിയ കലാപഠനത്തിനെ പറ്റിയിട്ട് എനിക്ക് പറയാനുള്ളത്. പുതിയ കുട്ടികളോടും പറയാനുള്ളത് അങ്ങനെയാണ്. ഞാൻ രാധാകൃഷ്ണൻ. എൻ്റെ വീട് ശരിക്ക് മലപ്പുറം ജില്ലയിലെ പൊന്നാനി താലൂക്കിൽപ്പെട്ട ശുഗപുരം എന്ന ഗ്രാമത്തിലാണ്. അവിടെയുള്ള കുളങ്കര ഭഗവതി ക്ഷേത്രത്തിലാണ് ഞാൻ അരങ്ങേറ്റം കഴിച്ചിട്ടുള്ളത്. അതിൻ്റെ ഒരു പ്രത്യേകത, ലോകത്തിൽ തന്നെ എല്ലാ ദിവസവും ചുറ്റുവിളക്കും ആ ചുറ്റുവിളക്കിന് തായമ്പകയുമുള്ള അത്യപൂർവമായിട്ടുള്ളൊരു ക്ഷേത്രം ശുഗപുരത്തുള്ള കുളങ്കര ഭഗവതി ക്ഷേത്രമാണ്. അവിടെ ഒരു പ്രത്യേക ശൈലിക്ക് ഉടമയായിട്ടുള്ള പോരൂർ ശങ്കുണ്ണിമാരാരുടെ ശിഷ്യപരമ്പരയിൽപ്പെട്ട ശുഗപുരത്ത് രാഘവ പണിക്കർ ആണ് എൻ്റെ അച്ഛൻ. അച്ഛൻ്റെ അടുത്തു നിന്നാണ് ഞാൻ അരങ്ങേറ്റം കഴിച്ചിട്ടുള്ളത്. അച്ഛനും അതേപോലുള്ളൊരു തലമുറ അവിടെയുണ്ട്. അപ്പോൾ അച്ഛൻ്റെ അടുത്ത് നിന്ന് അരങ്ങേറ്റം കഴിച്ച് നീട്ടിയത്ത് ഗോവിന്ദൻ നായർ, മലമക്കാവ് ഗോപിമാരെന്ന കോങ്ങാട് ഗോപിമാരാർ, പിന്നെ തുടങ്ങിയ ആളുകളിൽ നിന്ന് അഭ്യസിച്ചിട്ടുണ്ട്. കലാമണ്ഡലം ബലരാമൻ, മഞ്ചേരി ഹരിദാസൻ തുടങ്ങിയിട്ടുള്ള മഹൽ വ്യക്തികളുമായിട്ടുള്ള സമ്പർക്കം, അവരുടെ കൂടെ ഒന്നിച്ച് സാധകം ചെയ്യാൻ കഴിഞ്ഞതിൻ്റെ ഒരു പിന്നെ പ്രായോഗിക വൈഭവം എനിക്കുണ്ട് എന്ന് ഞാൻ വിശ്വസിക്കുന്നു. പിന്നെ വെള്ളിത്തിരുത്തി കുട്ടികൃഷ്ണൻ നായർ, അതുപോലെ പ്ലാപ്പറ്റ രാമമാരാർ എന്നിവരിൽ നിന്ന് കുറച്ച് തിമിലേക്ക് അഭ്യസിച്ചിട്ടുണ്ട്. പിന്നെ തായമ്പകയുടെ മൗലികമായിട്ടുള്ള ആ ചടങ്ങ് വിടാതെ കാലപ്രമാണം, സാധകം, മനോധർമ്മത്തിൻ്റെ ചിട്ട എന്നിവ കാത്തു സൂക്ഷിച്ചുകൊണ്ട് മിക്കവാറും ഇടത്തെ കൈയിൻ്റെ ശബ്ദത്തിന് കൂടുതൽ പ്രൊജക്ഷൻ കിട്ടത്തക്ക വിധത്തിൽ സൗന്ദര്യാധിഷ്ഠിതമായിട്ടുള്ളൊരു കലയായിട്ട് തായമ്പകയെ കാണാനും നിരീക്ഷണപരമായിട്ടുള്ള വിലയിരുത്തലുകൾ നടത്താനും വാദ്യകലാനുഷ്ഠാനപരമായിട്ടുള്ള കാര്യങ്ങളിൽ വാദ്യകലാ പ്രകടനങ്ങൾ അതല്ലെങ്കിൽ അതിനു വേണ്ടിയുള്ള ഡെമോൺസ്ട്രേഷൻസ് നടത്തുന്നതിനൊക്കെ സാധിക്കാറുണ്ട്. വാദ്യകലാ ക്ലാസ്സുകൾ നടത്താറുണ്ട്. കുട്ടികളുടെ സ്റ്റുഡൻറ്റ് പോലീസ് തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളിൽ പങ്കെടുത്ത് ഈ കലകളെ പറ്റിയിട്ട് വർണ്ണിച്ചു കൊടുക്കാറുണ്ട്, അവർക്ക് വിശദീകരിച്ച് കൊടുക്കാറുണ്ട്, സോദാഹരണ പ്രഭാഷണങ്ങൾ നടത്താറുണ്ട്. സംസ്ഥാന തലം വരെയുള്ള യുവജനോത്സവങ്ങളിൽ വിധി കർത്താവായിട്ട് പോകാറുണ്ട്. കുറേ കുട്ടികൾ സംസ്ഥാന തലത്തിലും മറ്റു തരത്തിലും അംഗീകരിക്കപ്പെട്ട ഒരുപാട് കുട്ടികൾ ശിഷ്യന്മാരായിട്ടുണ്ട്. ഇപ്പോഴും അങ്ങനെയുള്ള കുട്ടികൾ എൻ്റെ അടുത്ത് പഠിച്ചു വരുന്നുണ്ട്. ഇതൊരു അർപ്പണ ബോധത്തോടു കൂടി, ഇതൊരു കലയാണ്, ഈ കല ഞങ്ങളുടെ ആത്മാവാണ് എന്നൊരു കാഴ്ചപ്പാടോടു കൂടിയാണ് ഞാനും എൻ്റെ ശിഷ്യന്മാരുമൊക്കെ ഈ രംഗത്ത് പ്രവർത്തിക്കുന്നത്. എന്തായാലും വാദ്യകല എന്ന് പറയുന്ന ഈ ഒരു വികസിതമായിട്ടുള്ളൊരു വാദ്യകലാ സംസ്കാരം കുട്ടികൾക്ക് സാംസ്കാരികമായിട്ട് ഉയർച്ച വരുന്നതിനുള്ള ഒരു സൗകര്യം കൂടിയാണ് ഈ കലാപഠനം എന്നുള്ള ഉത്തമ വിശ്വാസത്തോടു കൂടിയാണ് ഞാൻ ഈ രംഗത്ത് ഇപ്പോഴും നിലനിൽക്കുന്നത്. നന്ദി, നമസ്കാരം. Risa